ഫ്രണ്ട്സ്, ഏവർക്കും ജിജിറ്റ് ഓഡിയോ ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴയൊരു 2.1 ഹോം തിയേറ്റർ, ഒരു ചെറിയൊരു 2.1 ഹോം തിയേറ്റർ ആണ്. അതായത് കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ടൈപ്പ് ഒരു ഹോം തിയേറ്റർ ആണ്. അപ്പൊ അതിനകത്ത് അതെന്റെ ഒരു സുഹൃത്തിന്റെ ആണേ. അപ്പൊ ആ പുള്ളി ഒരു ആവശ്യപ്പെട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു MP3 ബ്ലൂടൂത്ത് മോഡ്യൂൾ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നമ്മളതിൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അതിന്റെ ഭംഗി പോകും. പക്ഷെ എങ്കിലും അവരുടെ ആവശ്യം അതാണ്. അപ്പൊ നമുക്കത് നിറവേറ്റി കൊടുത്തേ പറ്റൂ. ഇതാണ് നമ്മുടെ ഫിലിപ്സിന്റെ ഒരു പഴയ ടൈപ്പ് ഹോം തിയേറ്റർ. ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. ഇതിന്റെ ബാക്ക് സൈഡൊക്കെ നോക്കണമെങ്കിൽ ഇതൊരു ബാസിന്റെ ഒരു കൺട്രോൾ ഉണ്ട്, സബ് ഓഫർ കൺട്രോൾ ചെയ്യാനാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ബാക്ക് സൈഡിലായിട്ട് ഇതിന്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻപുട്ട് അല്ല, ഇവിടെയാണ് ഇൻപുട്ട്, ഇതിനകത്ത് ഔട്ടാണത്. ഇതിന്റെ സ്പീക്കറിലേക്കുള്ള കണക്ഷനാണ് ഇവിടെ പോകുന്നത്, ലെഫ്റ്റ് റൈറ്റിലേക്ക്. ഇവിടെ ഒരു പവർ ബട്ടൺ. ഇതാണ് ഇതിന്റെ ഒരു പഴയ ടൈപ്പ് ഒരു ഹോം തിയേറ്റർ. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ബ്ലൂടൂത്ത് മോഡ്യൂൾ, MP3 മോഡ്യൂൾ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. MP3 മോഡ്യൂൾ നമ്മൾ സാധാരണ ബ്ലൂടൂത്തും USB ഒക്കെ ഉള്ള മോഡ്യൂളാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മേലെ കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എവിടെയും കണക്ട് ചെയ്യാം. ഇത് കാണാൻ ഭംഗി നമുക്ക് ഈ ഫ്രണ്ടിൽ വെക്കുന്നതാണ് കുറച്ചെങ്കിലും. പക്ഷെ ഇതിനൊക്കെ പൊളിച്ചിട്ട് നമുക്ക് വെക്കണം. പക്ഷെ എങ്കിലും അത് കുറേ നാളായി ഇത് വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു, അവർ യൂസ് ചെയ്യാതെ. അപ്പോൾ ഇത് MP3 മോഡ്യൂൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ മാതിരി USB എന്തെങ്കിലും വെച്ച് പാട്ട് കേൾക്കാലോ എന്നൊരു ഉദ്ദേശം വെച്ചിട്ടാണ്. ബ്ലൂടൂത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് ഫോൺ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു അതിന് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ഈ ഭാഗത്തായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ഇതിനെ നമുക്ക് അഴിച്ചു നോക്കണം, ഇതിനകത്ത് എവിടെയാണ് കണക്ട് ചെയ്യാൻ പറ്റിയത്. ഇതിന്റെ പവർ സപ്ലൈ ഇതിന്റെ ഔട്ട്പുട്ടൊക്കെ ഏത് ഭാഗത്താണ് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അഴിച്ചു കിട്ടും. ഓക്കെ, നമുക്കിത് അഴിച്ചു നോക്കാം. 10 സ്ക്രൂകളോളം നമുക്ക് അഴിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാലാണ് ഇതിനകത്ത് ഉള്ള കാര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അത് അഴിച്ചെടുത്തു. ഇതാണ് അതിന്റെ ബോർഡ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ്, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. കാരണം അതൊരു 2030 IC വെച്ചിട്ടുള്ള ബോർഡാണ്. ഇത് 3 IC ഉണ്ട് ഇതിനകത്ത്. ഈ ബ്ലൂടൂത്ത് പ്ലെയറിന്റെ നീളം എന്ന് പറയാനായിട്ട് 84 mm വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വീതി എന്ന് പറയാനായിട്ട് ഒരു 20 mm ആണ് അതിന്റെ വീതി വരുന്നത്. അപ്പം നമുക്ക് അത്രയും 84-20 ഒരു 85 ആയാലും കുഴപ്പമില്ല. 20 mm വിഡ്ത്തിൽ വേണം നമ്മുടെ ഈ ഒരു എന്താ പറയുക ഹോം തിയേറ്റർ ബോക്സ് കട്ട് ചെയ്തെടുക്കാം. അത് ഈ പോർഷനിലാണ് ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് ആദ്യം ഒരു സെൻട്രൽ ലൈന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനനുപാതികമായിട്ട് മോഡ്യൂളിൻ്റെ നീളം എന്ന് പറയാനായിട്ട് 84 mm, വീതി 20 mm ആണ്. അപ്പോൾ ആ ഒരു സൈസിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹോൾ ഇടാൻ വേണ്ടി ചെറിയ ഡ്രില്ലർ ഉണ്ട്. PCB ഒക്കെ ഡ്രില്ല് ചെയ്യുന്ന ഡ്രില്ലറാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടൊന്ന് ഏകദേശം ഹോള് ഒരുവിധം ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് എന്തായാലും മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 2 സ്ക്രൂ കൂടി ഇട്ട് കൊടുത്താൽ ഇവിടുത്തെ പണി ഓക്കെ. ഇതൊരു 7805 റെഗുലേറ്റിംഗ് IC ആണ്. നമ്മൾ ഇതൊരു ഹീറ്റ് സിങ്കിന്റെ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാം. ഇതിന്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പവർ സപ്ലൈ, ഇതിനകത്തു നിന്നുള്ള പവർ സപ്ലൈ ഒരു നോർമലി ഒരു 12 വോൾട്ടിന്റെ ആയിരിക്കും, അതൊരു 14 വോൾട്ട് വരയ്ക്കും വരാം. പിന്നെ സെന്റർ എർത്താണ് ഗ്രൗണ്ട് കൊടുക്കുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡാണ് 5 വോൾട്ട് ഔട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് ഹീറ്റ് സിങ്കിൽ ഫിറ്റ് ചെയ്തിട്ട് ഉറപ്പിക്കാം.
പവർ ഒന്ന് ഓൺ ചെയ്താണ്. ഇൻപുട്ട് ഈ 2 ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റർ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് ടച്ച് ചെയ്യുന്നത്. ഈ 2 സൈഡിൽ നിന്ന് ഇൻപുട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് അതിൻ്റെ മെയിൻ. ഈ 2 നമുക്ക് കണക്ഷൻ കൊടുക്കാം. കാരണം ഇത് ഇവിടെ നിന്ന് വരുന്ന ലൈൻ നേരെ പിടിക്കാൻ വരുന്നത്. സർക്യൂട്ട് ഒന്ന് ട്രേസ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ആ ഇൻപുട്ടിലേക്കാണ് ഞാൻ ഇപ്പോൾ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. ഇൻപുട്ട് വയറാണ് ആംപ്ലിഫയറിലേക്ക്, അതായത് USB പ്ലെയറിൽ നിന്നും ആംപ്ലിഫയറിലേക്ക് കൊണ്ടുവന്ന ഇൻപുട്ട് വയറാണ്. അത് നീളം കുറവായതുകൊണ്ട് ഞാനൊന്ന് സോൾവ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്താണ്. അതൊന്ന് ടേപ്പിട്ട് കൊടുക്കണം. ഞാൻ ഇതിൻ്റെ ഇൻപുട്ടിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ തുടക്കക്കാരായ സുഹൃത്തുക്കൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇൻപുട്ട് സെക്ഷൻ കണ്ടോ. ഈ ഇൻപുട്ട് സെക്ഷൻ 3.5 mm ജാക്കാണ്. അപ്പോൾ അതിൻ്റെ പിന്നൗട്ട് നമ്മൾ നോക്കുക. പിന്നൗട്ട് നോക്കിയിട്ട് ആ ഒരു ഏരിയയിലാണ് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ചുകൂടി ട്രേസ് ചെയ്തിട്ട് സോൾഡർ ചെയ്യാൻ പാകത്തിന് കുറച്ച് അത് എവിടേക്കാണ് പോകുന്നത് നോക്കിയിട്ട് ആ ഒരു ഭാഗത്താണ് അതിൻ്റെ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ ലൈന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പവർ സപ്ലൈ ലൈൻ കണ്ടുപിടിച്ചാൽ മാത്രമേ അതിലൊരു 7805 റെഗുലേറ്റിംഗ് IC ഉപയോഗിച്ച് റെഗുലേറ്റ് ചെയ്ത് ഒരു 5 volt ആക്കിയിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂളിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കാൻ 2 ഈസി ആയിട്ടുള്ള വഴികളുണ്ട്. നമുക്ക് ആ ബോർഡിൽ നിന്ന് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പവർ സപ്ലൈയുടെ നമ്മൾ ഏത് ടൈപ്പ് പവർ സപ്ലൈ ആണെന്ന് നോക്കുക. കാരണം ഇത് TDA 2030 ബോർഡായിരുന്നു. അതിന് ഡുവൽ പവർ സപ്ലൈ ആണ് ഇതിനകത്ത് ഉള്ളത്. ഡുവൽ പവർ സപ്ലൈ പറഞ്ഞാൽ ഒരു പ്ലസും ഗ്രൗണ്ട് പിന്നെ മൈനസ്, ഇങ്ങനെയാണ് അതിൻ്റെ സപ്ലൈ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് ഡയോഡ് ഉപയോഗിച്ചിട്ടുള്ളൊരു ഡയോഡ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഡുവൽ പവർ സപ്ലൈ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലസ് കണ്ടുപിടിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഡയോഡുകൾ തമ്മിൽ ഡയോഡുകളുടെ നെഗറ്റീവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിരിക്കും അതിൻ്റെ പോസിറ്റീവ് കണക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി ഗ്രൗണ്ട് എവിടെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന സെൻട്രൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ആണെങ്കിൽ അതിൻ്റെ 0 ലൈൻ നമുക്ക് കൊടുക്കുന്നത് ഈ ഗ്രൗണ്ടിലായിരിക്കും. ഗ്രൗണ്ട് ഏറ്റവും കൂടുതൽ ഭാഗത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അല്ലാതെ വേറൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു TDA 2030 IC ആണ്. അതിലെ പിൻ കോൺഫിഗറേഷൻ നോക്കുക. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ 5ാമത്തെ പിന്നിലേക്കാണ് അതിലേക്ക് പോസിറ്റീവ് വരുന്നത്. അപ്പോൾ 5ാമത്തെ പിന്നെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. ബാക്കി കോമൺ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഗ്രൗണ്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഉള്ളതുകൊണ്ടും ഇൻപുട്ട് ഔട്ട്പുട്ടിൽ എല്ലാ ഭാഗത്തും നമുക്ക് ഗ്രൗണ്ട് വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് ഈസി ആയിട്ട് ഗ്രൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഒന്ന് മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു പോയിൻ്റ് കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 13.5 വോൾട്ടേജാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ പ്ലസ് വരുന്നത്. അപ്പം ഞാൻ ഈ ഭാഗത്തായിട്ട് ഇത് സോൾവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് വയർ നേരെ 7805 റെഗുലേറ്റിംഗ് ICയുടെ ഫസ്റ്റ് പിന്നിലേക്ക് സോൾവ് ചെയ്യണം. ഇതിൻ്റെ സെക്കൻഡ് പിന്ന് ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ ബോർഡിൽ നിന്ന് ഗ്രൗണ്ട് സോൾവ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് വയർ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്തെടുത്തിട്ട് നമ്മുടെ 7805 റെഗുലേറ്റിംഗ് ICയുടെ സെൻറ്റർ പോയിൻറ്റിലേക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ പവർ സപ്ലൈ ICയിലേക്ക് വേണ്ട ഓക്കെ ആയി. USB മോഡ്യൂളിലേക്ക് കൊടുക്കാനുള്ള കണക്ടർ വയർ അല്പം നീളം കുറവായതിനാൽ റെഡും ബ്ലാക്കും വയർ പ്ലസും മൈനസും നോക്കിയിട്ട് റെഡും ബ്ലാക്കും വയർ ഉപയോഗിച്ച് അല്പം എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് റെഗുലേറ്റിംഗ് ICയിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് സെൻറ്ററിലാണ് കൊടുക്കേണ്ടത്. സെൻറ്ററാണ് ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ബ്ലാക്കാണ് ഞാൻ കളർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സെൻറ്ററിലേക്ക് കൊടുക്കുക. അതേപോലെ തന്നെ പോസിറ്റീവ് നമുക്ക് റെഡ് വയറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ 3ാമത്തെ പിന്നിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് നമ്മുടെ USB ബോർഡിലേക്കുള്ള 5 volt സപ്ലൈ റെഡിയായി. USB ബോർഡിലേക്കുള്ള സപ്ലൈ ഒന്നുകൂടി ഫിൽറ്റർ ചെയ്ത് നോയ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 47 MFTയുടെ കപ്പാസിറ്റർ ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബ്ലാക്ക് മാർക്കിംഗ് ഉള്ള ഭാഗം, അതായത് മൈനസ് ഭാഗം നമ്മൾ സെൻറ്ററിലേക്കും ICയുടെ സെൻറ്ററിലേക്കും അതിൻ്റെ പ്ലസ് നമ്മൾ 3ാമത്തെ പിന്നിലേക്കും സോൾവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കുറച്ചുകൂടി ഫൈനായിട്ട് നോയ്സ് ഒന്നും ഇല്ലാത്തൊരു ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിലേക്കുള്ള വോൾട്ടേജ് എത്രയെന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ 5.08 വോൾട്ടേജ് വരെയാണ് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, കുഴപ്പമില്ല. നല്ല ഏകദേശം റെഗുലേറ്റിംഗ് IC കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. 5.08 നമുക്ക് കുഴപ്പമില്ലാത്ത വോൾട്ടേജാണ്. ഇനി നമുക്കത് USB ബോർഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ എങ്ങനെ പെർഫോമൻസ് ഇത് നോക്കുന്നതിന് വേണ്ടിയിട്ട്, ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ USB മോഡ്യൂൾ ഓൺ ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം ഓക്കെയാണ്. നമുക്കിനി ഇതിന് സെറ്റ് ചെയ്യാം, എന്നിട്ട് ഇൻപുട്ട് കണക്ഷൻ കണക്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഓക്കെ സെറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് സൈഡ് ചാനൽ സ്പീക്കേഴ്സ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് സംഭവം ഓൺ ആയിട്ടുണ്ട്. നമുക്കത് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എൻ്റെ സുഹൃത്തിൻ്റെ ഓഫീസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് നമുക്ക് അവിടെയാണ് അതിൻ്റെ സാറ്റലൈറ്റ് സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനിപ്പോൾ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, സംഭവം എന്തായാലും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.